തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യം: എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാവും. All who desire to live a godly life in Christ Jesus will be persecuted. ഈ വചനം ക്രിസ്തീയ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെ തുറന്നു കാട്ടുന്നു. വിശ്വാസം ജീവിത സൗകര്യത്തിനുള്ള വഴിയല്ല, ക്രൂശിന്റെ വഴി തന്നെയാണെന്ന് പൗലോസ് ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഒന്നാമതായി, ഗോഡ്ലി ലൈഫ് ആൻഡ് ഇന്നവിറ്റബിൾ ഒപ്പോസിഷൻ. ഭക്തി ജീവിതവും അനിവാര്യമായ എതിർപ്പും. ക്രിസ്തുവിൽ ജീവിക്കുന്നത് ലോകത്തിന്റെ രീതിക്കും അധാർമികതയ്ക്കെതിരെയും നിലകൊള്ളുന്നതാണ്. അതിനാൽ എതിർപ്പും ഉപദ്രവവും ക്രിസ്തീയ ജീവിതത്തിന്റെ ഭാഗമാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 18-ാം വാക്യം: ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് അറിവിൻ. സെന്റ് ജോൺ ക്രിസോസ്റ്റം ഇപ്രകാരം പറയുന്നുണ്ട്: എ ക്രിസ്ത്യൻ ഈസ് നോട്ട് വൺ ഹു അവോയ്ഡ്സ് സഫറിങ്സ് ബട്ട് വൺ ഹു ട്രാൻസ്ഫോംസ് സഫറിംഗ് ഇൻ ടു ഗ്ലോറി. ദുഃഖം ഒഴിവാക്കുന്നവനല്ല ക്രിസ്ത്യാനി, ദുഃഖത്തെ മഹത്വമായി മാറ്റുന്നവനാണ്. ഡിട്രിച്ച് ബോൺഹോഫർ ഇപ്രകാരം പറയുന്നു: വെൻ ക്രൈസ്റ്റ് കോൾസ് എ മാൻ ഹി ബിഡ്സ് ഹിം കം ആൻഡ് ഡൈ. ക്രിസ്തു ഒരാളെ വിളിക്കുമ്പോൾ അവൻ മരിക്കുവാൻ വിളിക്കപ്പെടുന്നു. രണ്ടാമതായിട്ട്, പെർസിക്യൂഷൻ ആസ് എ മാർക്ക് ഓഫ് ട്രൂ ഡിസൈപ്പിൾഷിപ്പ്. ഉപദ്രവം യഥാർത്ഥ ശിഷ്യത്വത്തിന്റെ അടയാളമാണ്. ഉപദ്രവം വിശ്വാസത്തിന്റെ പരാജയമല്ല, മറിച്ച് ശിഷ്യത്വത്തിന്റെ തെളിവാണ്. മത്തായി ശ്ലീഹ 5-ാം അധ്യായം 10-ാം വാക്യം: നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. സെന്റ് ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്ക് എന്ന സഭാപിതാവ് ഇപ്രകാരം പറയുന്നു: ലെറ്റ് മീ ബി ഫുഡ് ഫോർ ദി വൈൽഡ് ബീസ്റ്റ് ത്രൂ ഹൂം ഐ ക്യാൻ റീച്ച് ഗോഡ്. എന്നെ മൃഗങ്ങൾക്ക് ആഹാരമാക്കുക, അങ്ങനെ ഞാൻ ദൈവത്തിലെത്തട്ടെ. 3. ഇന്നർ സ്ട്രെങ്ത് ത്രൂ ക്രൈസ്റ്റ്. ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന ആന്തരിക ശക്തി. ഉപദ്രവത്തിന്റെ നടുവിലും വിശ്വാസിയെ നിലനിർത്തുന്നത് ക്രിസ്തുവിൽ നിന്നുള്ള ശക്തിയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-13 പൗലോസ് ശ്ലീഹ പറയുന്നു: എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. സെന്റ് അഗസ്റ്റിൻ പറയുന്നു: God had one son on earth without sin, but never one without suffering. ഭൂമിയിൽ പാപമില്ലാത്ത ഒരു പുത്രൻ ദൈവത്തിനുണ്ടായിരുന്നു, എന്നാൽ കഷ്ടപ്പാടില്ലാത്ത ഒരു പുത്രനുമില്ല. വിക്ടർ ഫ്രാങ്ക്ലിൻ പറയുന്നു: when we are no longer able to change a situation, we are challenged to change ourselves. സ്ഥിതിയെ മാറ്റാൻ കഴിയാത്തപ്പോൾ തന്നെ നമ്മെ മാറ്റുവാൻ നമ്മൾ വിളിക്കപ്പെടുന്നു. ഹോപ്പ് ബിയോണ്ട് സഫറിംഗ്. ദുഃഖത്തിനപ്പുറമുള്ള പ്രത്യാശ. ക്രിസ്തീയ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല. ഉപദ്രവത്തിന് ശേഷം നിത്യമഹത്വം അവനെ കാത്തിരിക്കുന്നു. 2 കൊരിന്ത്യർ 4:17 വായിക്കുന്നു: നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. സെന്റ് അത്താനാസ്യൂസ് പറയുന്നുണ്ട്: ക്രൈസ്റ്റ് became man so that man might become divine. മനുഷ്യൻ ദൈവീക സ്വഭാവത്തിൽ പങ്കാളിയാകുവാൻ ക്രിസ്തു മനുഷ്യനായി. C.S. ലൂയിസ് പറയുന്നുണ്ട്: സുഖത്തിൽ ദൈവം മൃദുവായി സംസാരിക്കുന്നു, ദുഃഖത്തിൽ അവൻ ഉച്ചത്തിൽ വിളിക്കുന്നു. 2 തിമോത്തിയോസ് 3:12 നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്. ഭക്തിയോടെ ജീവിക്കാൻ തീരുമാനിക്കുന്ന നിമിഷം മുതൽ ക്രൂശ് നമ്മുടെ വഴിയായിരിക്കും. എന്നാൽ ആ ക്രൂശിന്റെ അറ്റത്ത് ഉയർപ്പും മഹത്വവും ഉറപ്പാണ്. ക്രിസ്തു നമ്മെ ധൈര്യപ്പെടുത്തുന്നു: ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടാകും, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.